ഫ്രണ്ട്സ്, അങ്ങനെ പറഞ്ഞു നമ്മൾ കാത്തിരുന്ന കല്യാണം അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ശരണിയും ചാച്ചനും അമ്മാമ്മയും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ തനുവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നാണ് ചേച്ചിയുടെ വീട്ടിൽ സംഗീതിൻ്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ കാറിൽ കയറി നമ്മളെല്ലാവരും നേരെ ചേച്ചിയുടെ വീട്ടിൽ വന്നേ. അവിടെ വന്നപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു, എല്ലാവരും വരുന്നതേ ഉള്ളൂ. അവിടെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലൊക്കെ വന്നപ്പോഴേ നമ്മുടെ ബാക്കി ടീംസിനെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആമി അഞ്ചോക്കും ശ്രുതി ചേച്ചി ഏറെക്കുറെ ഒരുപോലത്തെ ഡ്രസ്സായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ തമ്മി നമ്മുടെ ഡ്രസ്സും മേക്കപ്പ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേതാണ് നമ്മുടെ ബ്രൈഡിങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിയാണെങ്കിൽ നല്ല അടിപൊളി ലുക്കിലായിരുന്നു വന്നത്. എല്ലാവർക്കും ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ചൂട് കാരണം പിന്നെ നമ്മളെല്ലാവരും നേരെ വന്ന് കൂളറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും നേരെ അപ്പുറത്തേക്ക് പോവാണ്. അവിടെയാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം ഈ കാണുന്ന ശ്രുതി ചേച്ചിയായിരുന്നേ ബ്രൈഡ്. ഈ വട്ടം ബ്രൈഡൊന്നുമല്ല, ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടുണ്ട് ചേച്ചി. അങ്ങനെ നമ്മളെല്ലാവരും നേരെ ഫോട്ടോ എടുക്കാൻ വന്നേ. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ഊഴാവുക എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പുറത്ത് വന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ മണവാളിനും എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ നിന്ന് നമ്മുടെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പുറത്ത് നിന്ന് സീറ്റ് മേടിച്ചേ. അതൊക്കെ കഴിഞ്ഞപ്പോഴേ പയ്യനെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്വീറ്റ്സ് കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടി ടീംസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തട്ടിക്കൂട്ടി ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാവരുടെയും ഡാൻസിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഡാൻസാണ്, നിശാന ചേച്ചിയുടെയും തുമ്പിയുടെയും ഡാൻസ്. അവരാണെങ്കിൽ ആ ഒരു ടൈമിൽ സെറ്റാക്കി എടുത്തായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞാനും ഓരോ ചപ്പാത്തിയും പത്തിരി ഏതാണ്ടൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാവേ. ബൈ ഫ്രണ്ട്സ്.